ഒറ്റപ്പാലത്ത് തമിഴ്നാട് സേലം സ്വദേശിനിയായ യുവതിയെ വാടക വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം പോലീസിനെ സംശയത്തിലേക്ക് നയിച്ചത് യുവതിയുടെ കഴുത്തിൽ കയർ കുരുങ്ങിയതിന്റെ പാട്. യുവതി ദിവസങ്ങൾക്ക് മുമ്പ് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നതായി ഭർത്താവ് പോലീസിന് മൊഴി നൽകി. സേലം ആത്തൂർ പൊത്തനായകൻ പാളയം പുതക്കോത്തകംപടി സ്വദേശിനിയായ 25-കാരി കൃഷ്ണവേണിയെയാണ് അശ്വിനി ആശുപത്രിക്ക് സമീപത്തായി തെന്നടി ബസാറിലെ വാടക വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംശയം തോന്നിയ പോലീസ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മെയ് മാസം 3-ാം തീയതി യുവതി തൂക്കുകയറിൽ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയതായി പോലീസിന് മൊഴി നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലും വാടകയ്ക്ക് താമസിച്ച് കൂലിപ്പണിയെടുത്ത് ജീവിച്ചു വരികയാണ് ദമ്പതികളും ഇവരുടെ കുടുംബവും. യുവതിയുടെ കഴുത്തിൽ കണ്ട കയർ കുരുങ്ങിയ പാടാണ് പോലീസിനെ സംശയത്തിലേക്ക് നയിച്ചത്. 5 മുറികളുള്ള വാടക വീട്ടിൽ ആകെ 10 പേരാണ് താമസിക്കുന്നത്. യുവതി മരിച്ച ദിവസം ഈ ദമ്പതികൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് ആത്തൂർ സ്വദേശി മണികണ്ഠൻ നിരന്തരം മദ്യപിച്ചെത്തി വീട്ടിൽ ബഹളമുണ്ടാക്കാറുള്ളതായി അയൽവാസികൾ പോലീസിനോട് പറഞ്ഞു. മരണപ്പെട്ട കൃഷ്ണവേണിയും സ്ഥിരം മദ്യപിച്ചിരുന്ന ആളാണെന്ന് പോലീസ് കണ്ടെത്തി. രാത്രി 9 മണിയോടെ തൊട്ടടുത്ത റൂമിലെ താമസക്കാർ വാടക വീട്ടിലെത്തിയപ്പോഴാണ് കൃഷ്ണവേണിയെ മരിച്ച നിലയിൽ കണ്ടത്. ഈ സമയം ഭർത്താവ് വീടിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നതായാണ് വിവരം. മരണത്തിൽ അസ്വാഭാവികത തോന്നിയ ഒറ്റപ്പാലം പോലീസ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. കൃഷ്ണവേണിയുടെ മൃതദേഹം സേലത്തേക്ക് കൊണ്ടുപോകുന്നില്ലെന്നും നാട്ടിൽ തന്നെ സംസ്കരിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഫോർ യു ഓൺലൈൻ, ഒറ്റപ്പാലം.